ഹായ് വിച്ചു ഡോക്ടേഴ്സ്. നീറ്റ് 2025 എഴുതുന്ന ആസ്പിരൻസിനൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആയിട്ട് നമ്മളുടെ NMC വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറയുന്നത് നീറ്റ് 2025ൻ്റെ സിലബസ് ഇറ്റ് റിമെയിൻസ് സെയിം ആസ് ലാസ്റ്റ് ഇയർ. എൻറ്റയർ സിലബസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഡോക്യുമെൻറ്റിൽ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ നിന്നും മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. സെയിം സിലബസ് ആണ് നമ്മൾ ഈ വർഷവും ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ മക്കൾക്ക് അത് സന്തോഷിക്കാവുന്ന ഒരു കാര്യമല്ലേ, ആശ്വസിക്കാവുന്ന കാര്യമാണ്. കാരണം നമ്മൾക്ക് സിലബസ് നമ്മൾ പഠിച്ചു വന്ന അതേ സിലബസ് തന്നെയാണ്, പുതിയതായിട്ട് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെ തന്നെ പഠിച്ചു പോവുക. പിന്നെ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് കൺഫ്യൂഷൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അതായത് നീറ്റ് NTA കണ്ടക്ട് ചെയ്യില്ലാന്നോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഫാൾസ് ന്യൂസുകൾ മക്കൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ക്ലാരിറ്റി തരാനാണ് വന്നത്. നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റി വേണ്ട കാര്യമായിരുന്നു സിലബസിൽ മാറ്റമുണ്ടോ. കാരണം നമ്മൾ പഠിച്ചു വന്നത് ശരിയാണോ, ഇനി നമ്മൾ പുതിയത് എന്തെങ്കിലും പഠിക്കണമെന്നൊക്കെ നമ്മൾ അറിയണമല്ലോ, അല്ലെങ്കിൽ പഠിച്ചു വന്നത് എന്തെങ്കിലും ഡിലീറ്റഡ് ആയെന്നൊക്കെ. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറി നമുക്ക് സിലബസിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻജി കഴിഞ്ഞ ദിവസം നടന്ന വിന്റർ പാർലമെന്റ് സെഷനിൽ പറഞ്ഞത് NTA വിൽ നോ ലോങ്കർ കണ്ടക്ട് റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള പൊസിഷൻസിന് വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻസ് NTA കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ NTA വിൽ സോൺലി ഫോക്കസ് ഓൺ ദി എൻട്രൻസ് എക്സാമിനേഷൻസ് ഫോർ അഡ്മിഷൻസ് ടു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പം പ്യുവർലി അവരിങ്ങനെ എന്തിലാണ് ഇത് ചെയ്യുക, നമ്മുടെ നീറ്റ് JEE പോലെയുള്ള അവർ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻസിൽ ഫോക്കസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ 2025 NTA ഒരു റീസ്ട്രക്ചറിങ് ഉണ്ടാകും, പുതിയ പൊസിഷനുകളിലേക്ക് പുതിയ ആളുകളെ എടുക്കും എന്നൊക്കെയാണ് മിനിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട് കൺഫ്യൂസ്ഡ് ആവാനായിട്ട് ഇതിലൊന്നുമില്ല. ഇത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. കാരണം NTA തന്നെയാണ് നീറ്റ് എക്സാമും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ മിനിസ്റ്റർ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ എക്സാമിൻ്റെ മോഡ് ഓഫ് കണ്ടക്ഷൻ, അതായത് അത് ഓൺലൈൻ മോഡ് ആക്കുമോ അതോ പെൻ ആൻഡ് പേപ്പർ മോഡ് ആയിരിക്കുമോ എന്നുള്ളത് ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഹെൽത്ത് മിനിസ്ട്രിയുമായിട്ടുള്ള ഡിസ്കഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഹെൽത്ത് മിനിസ്ട്രിയുമായിട്ട് ഓൾറെഡി ഡിസ്കഷൻസ് നടന്നു കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ അപ്ഡേറ്റ് ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീരുമാനമായാൽ അത് ഉടനെ തന്നെ റിലീസ് ചെയ്യും, അത് അനൗൺസ് ചെയ്യും എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലും കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓൺലൈൻ ആയാലും പെൻ ആൻഡ് പേപ്പർ മോഡായാലും നമ്മൾ പഠിക്കേണ്ട സിലബസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏത് മോഡായാലും നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചെഴുതും അല്ലേ. സോ ഓൺലൈൻ ആയിരിക്കുമോ പെൻ ആൻഡ് പേപ്പർ മോഡായിരിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ക്ലാരിറ്റി ഇല്ല. പിന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു നിയമം വരുമോ, മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ 2 സ്റ്റേജ് ആയിട്ടായിരിക്കുമോ, JEE പോലെ ഫസ്റ്റ് ഒരു ലെവൽ പിന്നെ നെക്സ്റ്റ് ഒരു ലെവൽ, അങ്ങനെ 2 സ്റ്റേജ് ആയിട്ടായിരിക്കുമോ നടത്തുന്നത്. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പം ഓൾറെഡി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. NMC ആണ് സിലബസ് റിലീസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള അപ്ഡേറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കാനായിട്ട് ഇതിലൊന്നുമില്ലല്ലോ. നിങ്ങൾ എക്സാം ഏത് മോഡായാലും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ എഴുതും. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കൂടുതൽ പ്രശ്നങ്ങളോ പേപ്പർ ലീക്കേജ് പോലെയുള്ള ഇഷ്യൂസോ അഴിമതികളോ ഒന്നും ഇതിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റീസ്ട്രക്ചറിങ്ങും കണ്ടക്ഷനുള്ള മാറ്റങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഓർത്തിട്ട് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്ത് സമയം കളയാതെ ഇങ്ങനെയുള്ള ഫാൾസ് ന്യൂസുകളുടെയും ഒക്കെ പുറകെ പോയി സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മൾക്ക് ഇനിയുള്ള ദിവസങ്ങളാണെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കുക. റിവിഷൻ തുടങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ XPL ഉണ്ടല്ലോ, XPL 2.0 ലോഞ്ച് ആയിട്ടുണ്ട്. അതിൽ കയറുക, ജോയിൻ ചെയ്യുക, ബേസിക് മുതൽ അങ്ങ് പഠിച്ചു തുടങ്ങുക. അത് പറ്റുന്നില്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചസ് ഒക്കെ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ചാപ്റ്റർ തന്നെ എനിക്ക് പഠിക്കണമെങ്കിൽ അതിനുള്ള സമയമുണ്ട്. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻറ്റ് ഓൺലൈൻ ബാച്ചുകൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സ്പെൻസ് ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 25% ഓഫിൽ നിങ്ങൾക്ക് നമ്മുടെ ഏത് ഓൺലൈൻ കോഴ്സ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, നീറ്റ് JEE ഒക്കെ നോക്കുന്ന മക്കൾക്ക്. അപ്പം പ്ലീസ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയാണെങ്കിലും പഠിക്കാൻ സമയമുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലും മേജർ കാര്യങ്ങൾ സത്യമായിട്ട് തന്നെ നിങ്ങൾ അറിയേണ്ട രീതിയിൽ ഞങ്ങൾ നിങ്ങളോട് വന്ന് പറഞ്ഞു തരും. ഓക്കെ, സോ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ചിൽഡ്രൻ. വാട്ട് എവർ യു സീ ഓൺ സോഷ്യൽ മീഡിയ ഈസ് നോട്ട് ട്രൂ. അപ്പോൾ അതുകൊണ്ട് അത് ആലോചിച്ച് ടെൻഷൻ അടിച്ച് സമയം കളയരുത്. നല്ല പോലെ പഠിക്കുക. മൈ ഫ്യൂച്ചർ ഡോക്ടർ സിലബസ് സെയിം ആണ്, അത് തന്നെ അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്.